ഹലോ ഹായ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സത്യം പറയാനും ഇന്നത്തെ ദിവസം ആകെ ഡള്ളാണ്. എനിക്കറിയത്തില്ല, ഞാൻ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ നമുക്കങ്ങനെ വലിയ റീച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. അതെനിക്കറിയാം. പക്ഷേ എന്താ ഇപ്പോൾ പറയാ, ഒരു സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞാനാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിച്ച് കാണും ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ. ഓക്കെ, പക്ഷേ കുറച്ച് ദിവസമായിട്ടാണ് ആകെ ഒരു മൈൻഡ് ഔട്ടായി കിടക്കുകയാണ് എല്ലാം. എന്ന് വെച്ചാൽ ഒരു ഭാഗത്താണെങ്കിൽ ക്ലാസ് കഴിയാറാകുന്നു, അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അടുത്ത എന്താ പറയുക, അതിൻ്റെ തിരക്കുകൾ വരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഇൻറ്റേൺഷിപ്പുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം. പിന്നെ എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ആണെങ്കിൽ അങ്ങ് ഒരു എന്തോ പറയുന്നത്, ഒരു ഫുൾ സ്റ്റോപ്പ് വരുവാണ് എപ്പോഴും. അതെന്തിനെങ്ങനെ ഫുൾ സ്റ്റോപ്പ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നിന്നങ്ങ് പോവുക, എന്തുകൊണ്ടാണെന്നൊരു പിടുത്തവുമില്ല. ഇനിയിപ്പോൾ അത് എൻ്റെ വല്ല കുഴപ്പം വല്ലതാണ്, എനിക്കറിയത്തില്ല. അതോ എനിക്കിനി മോട്ടിവേഷൻ ഇല്ലാത്തതാണ്, അതും എനിക്കറിയത്തില്ല. ആകെ മൊത്തത്തിലങ്ങ് കിളിപാറിയൊരവസ്ഥയാണ്. പക്ഷേ എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ അതിലാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് വിഷയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡയറിയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഡയറി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാനാണെങ്കിൽ ചെറുതായിട്ട് ഡയറിയൊക്കെ എഴുതാൻ തുടങ്ങിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് എഴുതിയത്, ഇത് ഡയറിയിൽ ഞാനാണെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എഴുതാൻ തുടങ്ങുന്നത് കേട്ടോ, ഡയറിയൊക്കെ എഴുതാൻ. അത് കുറച്ച് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഞാൻ എന്ത് എഴുതിയെന്ന് നിങ്ങൾക്ക് കാണണം. ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. കണ്ടോ ഗൈസ്, ആദ്യത്തെ പേജിൽ തന്നെ ഞാനാണെങ്കിൽ ഇത് ആൻസൻ്റെ വിഷയം ഡയറി കണ്ടോ, ആദ്യമേ അതാ എഴുതിയത്. പിന്നെ ഇതുണ്ട്, ദൈവമേ നിന്നിച്ചേക്കണേ, എല്ലാം വിഷയമാണ്. ഇറ്റ്സ് എവരിത്തിങ് വിഷയമാ, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ നോക്കുമ്പോഴാണ് എൻ്റെ കൈയക്ഷരം വളരെ ഒരു വളരെ ഓക്വേർഡാണ്, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് വലത്തെ കൈ കൊണ്ട് എഴുതിയാലേ എന്തെങ്കിലുമൊക്കെ ശരിയാവത്തുള്ളൂ. അപ്പം എനിക്ക് ആക്സിഡൻറ്റ് വന്നതുകൊണ്ട് അപ്പം കൈയാണ് എനിക്ക് ഇത്ര മടങ്ങത്തുള്ളൂ ഉണ്ടോ. അപ്പം എനിക്ക് 1 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഒരു കാരണമാണെങ്കിൽ കൈക്ക് ഇത്ര മടങ്ങാനുള്ള ഈ വിരലിന് ഇത്ര മടങ്ങത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനത്തെ ഹാൻഡ് റൈറ്റിങ് വന്നത്. അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര മോശമാണ്, അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനിതുപോലെ ഇടയ്ക്കാണെങ്കിൽ ഇതുപോലെ ഫുൾ സ്റ്റോപ്പായിട്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇവിടെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇവിടെ ആദ്യം എഴുതിയത്. ഇപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ച ആൻസറിൻ്റെ വിഷയൻ്റെ ഇടുന്നതിന് മുമ്പ് എഴുതിയത് അതാണ്. ഓക്കെ, ഫ്രം ഫുൾ സ്റ്റോപ്പ് ടു കോമ ലൈഫ്. അത് എന്നെ എന്തൊക്കെയോ എന്താ പറയുക, പെട്ടെന്ന് അതെന്നെ അങ്ങ് ഹോണ്ട് ചെയ്ത് ആരും ഇത് ഫുൾ സ്റ്റോപ്പിൽ നിന്ന് കോമ ലൈഫ്. ഇത് കോമയുടെ സ്പെല്ലിങ് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അന്നേരം തോന്നിയത് ഞാൻ അങ്ങ് എഴുതിയത് അതാ. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോൾ എന്തുവാണോ തോന്നുന്നത് അതപ്പോൾ എഴുതുക, അതാണ് എൻ്റെ ഒരു
എൻ്റെ ഒരു എനിക്കങ്ങനെ വേണമെന്നായിരുന്നു എൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ആദ്യം എഴുതിയത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതിയത് മൈ ലൈഫ് ഈസ് നോട്ട് ഫുൾ സ്റ്റോപ്പിംഗ്, മൈ ഹാൻഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഗുഡ്, മൈ സെൻറ്റൻസസ് ഈസ് ഫുൾ ഓഫ് ഗ്രാമർ മിസ്റ്റേക്ക്, ബട്ട് ഐ ആം വിഷയം ആൻസർ. I have to I have lot of difficulties are there, but I will not change my mind. I will not change my passion. I will not change my dream. It's everything വിഷയം ഗൈസ്. ഇത് ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ വെട്ടിയതാണ്. ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരുന്നു. ഫുൾ സ്റ്റോപ്പിന് ആദ്യം ഒരു എക്സ്ക്ലമേഷൻ കൊടുത്തായിരുന്നു. അത് ഞാൻ വെട്ടിയതാണ്. എന്നിട്ട് ഞാൻ മനഃപൂർവ്വം കോമ ഇട്ടത്. ഇതാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് എന്തുവാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഞാൻ ഇതിങ്ങനെ എഴുതാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ ഞാൻ പറയുന്നത് ഈ മനസ്സങ്ങ് ഇതായിട്ടിരിക്കും. എനിക്കറിയത്തില്ല ക്രിയേറ്റിവിറ്റി ബേൺ ഔട്ടാണോ അതോ ഒന്നും ആകത്തില്ലെന്നുള്ളൊരു പേടിയാണോ, എനിക്ക് തന്നെ അറിയത്തില്ല എന്തുവാന്നുള്ളത്. ആകെ അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം അതിനെല്ലാം ഇങ്ങനെ ഓവർകം ചെയ്ത് പതുക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്നും വീഡിയോ ഇട്ടതേ ഇല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ശരിക്കും പറഞ്ഞ ഒബ്സർവേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആദ്യമേ ഞാൻ ഒരു ഷോട്ട് ഇട്ടത്. പക്ഷേ പിന്നീട് ആലോചിച്ച് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഇങ്ങനെ ആകെ ഡൗണായിട്ടിരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്തില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തിനാണ് ഒബ്സർവേഷൻ, എന്ത് കാര്യത്തിനാണ് ഒബ്സർവേഷൻ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒബ്സർവേഷനാണ് ഒരു കാരണം ഉണ്ടായത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം നടക്കുന്ന ചില സാഹചര്യങ്ങൾക്കാണെങ്കിൽ ആസ് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിലാണ് എനിക്കതിൽ എൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തതും ഞാൻ ഈ ബാംഗ്ലൂർ വന്നത്. അപ്പം ആ ഒരു വിശ്വാസത്തിലായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു ഇത് വർക്കാകുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ എൻ്റെ വീഡിയോകൾ നോക്കിയപ്പോഴാണെങ്കിൽ അതിനകത്താണെങ്കിൽ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസൊക്കെ വളരെ കുറവാണ്. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ റിപ്ലൈയോ അല്ലെങ്കിൽ അഭിപ്രായമൊന്നും ആരും ഒന്നും അങ്ങനെ പറയുന്നില്ല. പേഴ്സണലി പോലും ആകെ എനിക്ക് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ വ്യക്തി എന്നെ ശരിക്കും പറഞ്ഞാൽ ആ ആളും എന്നെപ്പോലെ UX ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വ്യക്തിയിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരിൽ നിന്നും ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണേലും എന്നോട് ഓരോ ദിവസവും ഞാൻ ഇടുന്ന വീഡിയോ കാണുമ്പോൾ എടാ ഇതിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു തരും. അപ്പോൾ അതെനിക്ക് വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് മോട്ടിവേഷനാണ്. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന വേറെയും കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരാരും എന്നെ ഇതൊരു മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ കാര്യമാക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാം ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്തയുണ്ട് ഇടയ്ക്ക്, അതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നു, ഞാനത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോലും ആണെങ്കിൽ ഒന്ന് മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് മനസ്സിന് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയ പോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും എത്ര ഇത് വന്നാലും എൻ്റെ മനസ്സ് മാറത്തില്ല, എൻ്റെ സ്വപ്നങ്ങളും മാറത്തില്ല, പിന്നെ എൻ്റെ പാഷനും മാറത്തില്ല. എല്ലാം വിഷയമാണ്. അതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ദൈവം സഹായിച്ചാൽ മനസ്സുണ്ടാവുകയാണെങ്കിൽ ഒബ്സർവേഷൻ കാണും. ഇല്ലെങ്കിൽ ഒബ്സർവേഷൻ ഞാൻ വേണ്ടാന്ന് വയ്ക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. നിങ്ങൾ പറയുവാണെങ്കിൽ
ഞാൻ ഒബ്സർവേഷൻ ഇടാം, ഇല്ലെങ്കിൽ പിന്നെ ഇടുന്നില്ല. പകരം വേറെ നല്ല കണ്ടൻറ്റുകൾ, വേറെ കുറച്ചുകൂടി എല്ലാവർക്കും ഇടാൻ പറ്റുന്ന കണ്ടൻറ്റുകളൊക്കെ ഇടാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനത് ഇപ്പോഴാണ് ആലോചിച്ചത്. എല്ലാവരും ആണേൽ വിചാരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ മനസ്സിലാണ് ഒരു വ്ളോഗിങ് എന്ന് പറയുന്നതാണേൽ, ഇപ്പോൾ ഉദാഹരണത്താണ് കാർത്തിക് സൂര്യയെ പോലെ ഇങ്ങനെ ഹലോ ഗൈസ് എന്ന് പറയുന്നതാണ് വ്ളോഗിങ്, അത് മാത്രമാണ് വ്ളോഗിങ് എന്നുള്ളത് ഒരു ഇതുണ്ട്. പക്ഷെ അത് മാത്രമല്ലല്ലോ വ്ളോഗിങ് ആയിട്ടുള്ളത്. ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഈ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കാരണമാണ്. കാരണം വെച്ചാൽ എന്നെ അത്രയ്ക്ക് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണെങ്കിൽ, ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വലിയ സൗണ്ടൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്നതിനേക്കാളുപരി നമുക്ക് പറയാനുള്ളത് പറയുക. അത് നമ്മുടെ മനസ്സ് ഓക്കെ, എനിക്കിങ്ങനെ പറഞ്ഞാലാണ് ഓക്കെ ആണ്. അപ്പോൾ ആ രീതി പറയുമ്പോൾ അത് കുറച്ചുകൂടി നല്ല ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് അത് കുറച്ചുകൂടി അത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെ നമ്മളിതുപോലെ വീഡിയോ ഇടുമ്പോഴാണെങ്കിൽ അത് കുറച്ചുകൂടി അത് വർത്താണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഇപ്പം തന്നെയാണ് കണ്ടില്ലേ, ഞാനാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങളാണ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ക്യാമറ കാണുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നില്ല, അറിയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എല്ലാം ഓരോ വിഷയങ്ങളാണ്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമോ എനിക്കറിയത്തില്ല. ആരുടെ കമൻറ്റുകളൊന്നുമില്ല, എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് മാത്രം. എന്നാലും ഞാൻ വീഡിയോ ഇടും, നിങ്ങൾ കാണും, നിങ്ങളെന്നെ സഹിക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.